ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് ഡേ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിന്ന് മണാലിയിൽ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി പോവാണ്. പ്ലസ് നമുക്ക് ഇതുണ്ട് പിന്നെ നമ്മൾ നേരെ അമൃത്സറിലേക്ക് പോവാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ മറ്റേ കാശ്മീരിലൊക്കെ മറ്റേ ഉടുപ്പൊക്കെ ഇടത്തില്ല, ചുമന്ന അതേപോലെ സംഭവമൊക്കെ ചെയ്യും. അറിയില്ല, റോത്താം പാസിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ട്രാഫിക് ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പോകാം. നമുക്ക് 7:30ക്കാണ് ചെക്കൗട്ട്. ഇപ്പോൾ 7:30 കഴിഞ്ഞ് 7:45 ആവാൻ പോകുന്നു. അപ്പോൾ നമ്മളെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മൾ മഞ്ഞിൽ മണാലി വന്നിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ മണാലി പോയിട്ട് കുടുംബി ടെമ്പിളിലാണ്. അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മുടെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവിടുത്തെ തണുപ്പ് എങ്ങനെയുണ്ടെന്ന്. 1200 years പഴക്കമുള്ള ടെമ്പിളാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് എൻട്രൻസ്. ഗൈസ്, നമ്മളിവിടെ മണാലി ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വന്നേക്കുവാണ്. നമ്മുടെ റീലിലൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല സ്റ്റഡി ആയിട്ട് ചിരിച്ചോണ്ടിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ഇതാണ് സത്യാവസ്ഥ. നോക്കൂ ഗൈസ്. സോ ഗൈസ്, നമ്മള് ബസ്സിലാണ് ഓഫ് ടു അമൃത്സർ, പഞ്ചാബ്. മടുത്ത് ഗൈസ്, ശരിക്കും കോലം കണ്ടാൽ അറിയാലോ ഞങ്ങൾ എന്ത് ഇതായിരുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. സമയം ഇപ്പൊ 4 മണിയോ 4 മണി കഴിഞ്ഞു. നോക്കട്ടെ ഗൈസ്, 4:05 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3:30 ആയപ്പോഴാണ് നമ്മള് ഫുഡ് കഴിച്ചത്. കാരണം നമ്മളെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫോൺ ഞാൻ ഇങ്ങനെ വിളിച്ച ഫോൺ ഫുഡ് കഴിച്ചിട്ട് നമ്മള് ബസ്സിൽ കയറി നമ്മൾ ഇനി പോവാണ്. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തുമായിരിക്കും. നല്ല തണുപ്പാണ്. എങ്കിലും പഞ്ചാബിൽ എത്തിയാൽ മതി. പക്ഷെ പഞ്ചാബിന്റെ ക്ലൈമറ്റ് ഈ ഒരു മണാലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കണം, ദൈവമേ ചൂടുണ്ടാവണേ. ഒത്തിരി വേണ്ട ഗൈസ്, ബാക്കി 2 ചൂടായാലും മതി. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ റീലിൽ കാണുന്നതല്ല റിയൽ. റീൽ ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റേ അനിയൻ മറ്റേ ഡ്രസ് ഇട്ടപ്പോ ഇങ്ങനെ പറിച്ച് ഞങ്ങളെല്ലാം കൂടെ പറിച്ചോണ്ടിരിക്കുവായിരുന്നു. അയ്യോ, ഈ ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടു. ലാസ്റ്റ് റൂമാണിത്. ഇതാട്ടോ ബെഡ്റൂം. നല്ല ബെഡൊക്കെയാണ്. കിടന്നു നോക്കിയാ നീ? നമ്മളിപ്പോ വന്നു കയറിയ സമയം 3:30 ഗൈസ്. വെളുപ്പിന് 3:30. അതെ ഗൈസ്, നമുക്ക് രാവിലെ 7 മണിക്ക് എണീക്കണം. എണീറ്റ് നമുക്ക് റെഡി. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ഉണ്ട്. പിന്നെ ഒരു കബോർഡ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവരെ കയറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പയ്യെ ഓർഡറുകളുണ്ട്. നമുക്ക് ലഗേജ് എല്ലാം ഒന്ന് ബാത്റൂം ആണെന്ന് തോന്നുന്നു. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷോർട്ട് എടുത്തോളൂ. അതാ ഗൈസ്, എണ്ണയൊക്കെ വെച്ചിട്ട് കുറേ അപ്പോൾ അതിന് മുടിയിൽ മുങ്ങിയിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ടെമ്പിളും പിന്നെ വേറെ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നേരെ ഡൽഹിയിൽ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വൈകിട്ട് പോകും നമ്മൾ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ്സെല്ലാം നമുക്ക് ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് കാണാം. കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ജാലിയൻവാല ബാഗിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതായിരുന്നു ആര് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആരായിരുന്നു വോയിസ് കൊടുക്കുമ്പോൾ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാരാന്ന് ആര്യൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരും. നമ്മളപ്പം ഗോൾഡൻ ടെമ്പിളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമോന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിലെത്തി. നമ്മളെ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തൊക്കെ കയറി നമ്മൾ തിരിച്ച് പുറത്ത് വന്നിരിക്കുകയാണ്.
മൂടുണ്ടോ? മൂടുണ്ടോ? നിർബന്ധമില്ല. ഇവിടെ അകത്ത് വരുമ്പം നിർബന്ധമുള്ളൂ. അവിടെ എല്ലാവരും ഒരു ഓക്കെ എനിക്ക് 3 മണിക്കൂർ ക്യൂ ചെയ്യണം, അകത്ത് കയറാൻ പറ്റുള്ളൂ. സോ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്ക് 12:30 ആകുമ്പോൾ അകത്ത് കയറണം. സോറി, ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ എത്തണം. 1 മണിക്ക് ഫുഡുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് പോകാൻ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണാം. ഇത് എന്തോ പോലെ. നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് വന്നതാണ് ഗൈസ്. അപ്പം ഇവർ 3 പേരും കുൽഫി ട്രൈ ചെയ്യുവാണ്. കുൽഫി അടിയാക്കി നോക്കിയേ. നമ്മളങ്ങനെ എല്ലായിടത്തും പോയി ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മളത് പ്രാവിൻ്റെ കൂടെ ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ്. പ്രാവിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ. പ്രാവിൻ്റെ കൂടെ ഉണ്ടായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട്? അറിയാതെ പ്രാവ് ഗൈസ്, പ്രാവൊന്നും പറക്കുന്നില്ല ഗൈസ്. നോക്ക എല്ലാരും ഇരിക്കുക. എന്താണ് ലഞ്ചിന് കഴിക്കാൻ? ചോറ്, സാമ്പാർ, തോരൻ കറി. സ്പെഷ്യലായിട്ട് നമുക്ക് എന്തുണ്ട്? ഗുലാബ് ജാമുൻ. നമ്മൾ അമൃത്സറിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വാഗാ ബോർഡറിലേക്ക് പോവുകയാണ്. ഇന്ത്യ ബോർഡറാണത്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പരേഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താവും അറിയത്തില്ല. അതെ, അപ്പം മിക്ക ആൾക്കാരും വൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ ഇട്ടത് പരേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ല, നമുക്ക് ലാസ്റ്റ് ഡേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ആദ്യം ഉണ്ടായ ആവേശം പിന്നീടില്ലായി. ക്ഷീണം, എങ്ങനെയും സമയമില്ല. അതെല്ലാം ഹറിബറി ആയിരുന്നു. ലിമിറ്റഡ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യണമായിരുന്നു. സോ ഭയങ്കര ലിമിറ്റഡ് സമയം ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടാട്ടോ വൈസ്. അപ്പം നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് എടുക്കുന്ന എല്ലാം നമ്മൾ ആഡ് ചെയ്തിടാം കേട്ടോ. അവിടെ ചിന്തയാണ്. നമ്മളങ്ങനെ അകത്ത് കയറി. color